ജിംസെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോൾ നമുക്കറിയാം ഈ ഫലം ഏതെങ്കിലും ഒരു കാരണത്താലല്ല, പല കാരണങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒന്ന് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അത് പുലർത്തുന്ന സമീപനങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഈ ഐസക്കിന്റെ ഈ വിലയിരുത്തലിൽ വളരെ അതിൻ്റെ മറ്റൊരു വശം നമ്മൾ ആലോചിക്കും. അതിന് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ആരൊക്കെയോ ഉണ്ടാക്കിയ നരേഷനിൽ ജനങ്ങൾ വഞ്ചിതരായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നമുക്കൊരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിക്കൊണ്ടും CPM യഥാർത്ഥ പ്രശ്നത്തിലേക്കല്ല പോകുന്നത്. ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട PK ഗോപൻ അടക്കം അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിഴലിച്ചു നിൽക്കുന്ന ഒരു കാര്യം, യഥാർത്ഥ പ്രശ്നത്തിലേക്ക് CPM പോകുന്നില്ല. അത് CPMന് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. CPMനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ ശൂന്യതയുള്ള ഒരു പാർട്ടിയല്ല. അതേസമയം അവരിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അവർ ഈ രീതി വീണ്ടും പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വിലയിരുത്തലിലെല്ലാം നമുക്ക് കാണാം, ഹിന്ദുത്വ ഇടതുപക്ഷം എന്ന് പറയുന്ന ആഖ്യാനത്തിൽ ആളുകൾ അകപ്പെട്ടു. ഇത് ആളുകൾ അകപ്പെട്ടതാണോ അതോ ഹിന്ദുത്വ ഇടതുപക്ഷം എന്ന് ആഖ്യാനത്തിന്റെ സാഹചര്യം CPM സൃഷ്ടിച്ചു കൊടുത്തതാണോ? ഇതെല്ലാം നമ്മൾ വിലയിരുത്തേണ്ടത്. CPM ഇത് സൃഷ്ടിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അത് പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ സന്ദർഭം ഉപയോഗിച്ചത്. ഇവിടെ PK ഗോപൻ പറഞ്ഞു, ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. നിങ്ങൾ ആ കാര്യം പോലും കേരളത്തിൽ ചർച്ചയ്ക്ക് വെച്ചില്ല. നിങ്ങളുടെ ഗവൺമെന്റ് നടത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ഞാൻ അതിന് വിമർശനങ്ങളുണ്ട്, രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. ഞാൻ അതിന് രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്ന ഒരാളാണ്. ശരിയുള്ളത് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ അതിലേക്ക് പോലും ചർച്ചയെ കൊണ്ടുപോകാതെ നിങ്ങൾ ചർച്ചയെ എവിടെയാണ് നിർത്തിയത്? കേരളത്തിൽ ഇല്ലാത്തൊരു ഭീതി ഉണ്ടാക്കുക. സംഘപരിവാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റും പിടിച്ചെടുത്തു കഴിഞ്ഞു. അത് രാമരാജ്യം തന്നെ പ്രഖ്യാപിച്ച് അതിന്റെ പതാക വരെ ഉയർത്തി കഴിഞ്ഞിരിക്കെ ഇന്ത്യയിലെ ഒരു സംഭവമല്ലാത്ത, ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു ഭീതി, ന്യൂനപക്ഷ തീവ്രവാദം, മുസ്ലിം തീവ്രവാദം, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്നു പറയുകയാണ്. ഇതുണ്ടാക്കുന്ന ധ്രുവീകരണത്തിലൂടെ വോട്ട് കിട്ടും എന്നാണ് CPM വിചാരിച്ചത്. ഇത് പരാജയപ്പെട്ടതാണ്. നിങ്ങൾ ഒരിക്കൽ പരാജയപ്പെട്ടാൽ തിരുത്തണ്ടേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണ് നിങ്ങൾ ഈ ക്യാമ്പയിൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നതാണ്. നമുക്കറിയാം, കോവിഡിന്റെ ഒരു പശ്ചാത്തലം അതിനുണ്ടായിരുന്നു. വീണ്ടും രാഷ്ട്രീയമായി നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഉപയോഗിച്ചു. ജനം അംഗീകരിച്ചോ? എവിടെയെങ്കിലും ജനം അംഗീകരിച്ചോ? നിങ്ങൾ അത് മനസ്സിലാക്കി തിരുത്താൻ സന്നദ്ധമായില്ല. അത് നിങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. വീണ്ടും എത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളിലെങ്കിലും ചർച്ച നിർത്തണ്ടേ? അതിലേക്ക് പോലും വരാൻ നിങ്ങൾ തന്നെ തയ്യാറായില്ല. കാരണം ഇവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ, ഇവിടെ ഗോപൻ പറഞ്ഞതിന്റെ ഒരു തിരുത്തുണ്ട്. അതായത് ഇവിടെ രാഷ്ട്രീയം പറയാത്തത് ആരാണ്? രാഷ്ട്രീയം പറയാത്തത് CPM ആണ്. നിങ്ങൾ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇലക്ഷൻ വിശാരദന്മാർ, അത്തരം PR ഏജൻസികൾ തയ്യാറാക്കുന്ന ഇലക്ഷൻ പ്രൊജക്റ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് സാമൂഹ്യ ധ്രുവീകരണം ഉണ്ടാക്കുക. ഇത് BJP ജയിച്ചല്ലോ, BJPയുടെ വിജയത്തിന് കാരണം ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ എന്നാ പിന്നെ ആ വഴി നമുക്ക് പോകാം എന്ന് നിങ്ങൾ സ്വീകരിക്കുന്നു. ഈ അപകടത്തിലേക്ക് നിങ്ങൾ സ്വയം എത്തിപ്പെട്ടു. അതുകൊണ്ടാണ് കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ട് നിങ്ങൾ തിരുത്തിയോ? അത് ചെയ്യാൻ പാടില്ല എന്നാണോ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ നാവിൽ സരസ്വതി വിളയാടുകയാണ്. അദ്ദേഹം മഹാനാണ്, അദ്ദേഹം തെറ്റുപറ്റാത്ത ആളാണ്. ആരാണ്? ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ കേരള തൊഗാഡിയ എന്ന് വിശേഷിപ്പിച്ചാൽ അദ്ദേഹം അന്ന് നിന്നിടത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ മാറി. വെള്ളാപ്പള്ളി നിന്നിടത്ത് തന്നെ നിന്നു വീണ്ടും വീണ്ടും വിദ്വേഷം പറയുന്നു. നിങ്ങൾ ആ വിദ്വേഷത്തെ സ്വീകരിക്കുകയും നോർമലൈസ് ചെയ്യുകയും അദ്ദേഹത്തെ മഹാനായി കാണുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ സ്വീകരിച്ച, CPM സ്വീകരിച്ച വളരെ അപകടകരമായ ഒരു ലൈനുണ്ട്. ഇത് ജനം തിരിച്ചറിയുന്നു. ഇതിനെ ആരും ആഖ്യാനത്തിൽ പെടുത്തുന്നതല്ല. ഇത് ജനം മനസ്സിലാക്കുന്നു. ഇത് കേരളത്തിന്റെ വഴിയല്ല. കേരളം ഇങ്ങനെ അല്ല സഞ്ചരിക്കേണ്ടത്. സമുദായങ്ങൾ തമ്മിൽ സംഘർഷം. നിങ്ങൾ ആലോചിച്ചു, 9.5 വർഷത്തെ ഇടതു ഭരണത്തെ വിലയിരുത്തുമ്പോൾ ഭരണവിരുദ്ധത ഉണ്ട്, നികുതി വർധനവുണ്ട്, വിലക്കയറ്റമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഞാൻ അതിൽ ഏറ്റവും ഗുരുതരമായി കാണുന്നത് കേരളത്തിന്റെ സാമൂഹ്യ ശരീരത്തിനുണ്ടായ ആഘാതമാണ്. ഒരുമിച്ച് ജീവിച്ചിരുന്ന ജനത, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്ന് പറയുന്ന വിഭജനം അതുണ്ടാക്കാൻ RSS ശ്രമിച്ചു. അതിന് നുണകളുണ്ടാക്കി.
ലവ് ജിഹാദ് ഉണ്ടാക്കി, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടാക്കി, ലാൻഡ് ജിഹാദ് ഉണ്ടാക്കി. ഈ നുണകൾ തെറ്റാണെന്ന് നിങ്ങൾ പറയേണ്ട ഏറ്റവും ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനം ആരാ? ഇടതുപക്ഷമല്ലേ? നിങ്ങളത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് പറഞ്ഞവരെ എല്ലാം പിന്തുണച്ചു. അത് പറയുന്നവർക്കെല്ലാം മുന്നോട്ടു പോകാൻ ആവശ്യമായ സാഹചര്യമൊരുക്കി, കെട്ടഴിച്ചു വിട്ടു അവരെ. ഇങ്ങനെ കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭജനം ഉണ്ടാക്കുക, ഭീതി ഉണ്ടാക്കുക, ഭീതിയുടെ അടിസ്ഥാനത്തിൽ മൈനോറിറ്റി എത്രത്തോളം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുന്നു, മുസ്ലിം ഉപമുഖ്യമന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന സംഘപരിവാറിന്റെ വാദം എത്ര ഇടതുപക്ഷ നേതാക്കന്മാരാണ് ഏറ്റുപറഞ്ഞത്? ഈ നരേഷൻ ആളുകൾക്ക് മനസ്സിലാകുന്നു, ലളിതമായി മനസ്സിലാകുന്നു. അത് ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. ഇതല്ല കേരളത്തിന്റെ വഴി. കേരളം ഗുരുവിന്റെ വഴിയാണ്. അതേപോലെ കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യങ്ങളുടെ വഴിയാണ്. അത് വിഭജനത്തിൻ്റെതല്ല, അത് ഭേദമില്ലാതെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അത്തരം വിദ്വേഷങ്ങൾ കത്തിക്കലല്ല വേണ്ടത്. സാഹോദര്യത്തിന്റെ ഒരു വഴി സ്വീകരിക്കണം എന്നും ജനം പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയണം. അതിന് ഒരുപാട് സമ്മേളനമൊന്നും കൂടേണ്ടതില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഞങ്ങൾ ഈ വഴി സ്വീകരിക്കാൻ പാടില്ല, ഞങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കേണ്ടവരല്ല, ഞങ്ങൾ ജനങ്ങളെ ഒരുമിപ്പിക്കേണ്ടവരാണ് എന്നു മനസ്സിലാക്കി ആ തെറ്റ് തിരുത്താൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകടത്തിൽ നിന്ന് ഒഴിവാക്കും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണല്ലോ ഇത്. അജിം സേ, ഞാൻ ഒരു മിനിറ്റ് കൂടി ഇത് പറയുന്നത്. പക്ഷെ ആ നേട്ടം താൽക്കാലികമായി സാധാരണ കിട്ടാറുണ്ട്. നിങ്ങൾക്ക് ആ താൽക്കാലിക നേട്ടം കിട്ടുന്നില്ല. ആ നേട്ടം കിട്ടുന്നത് BJPക്കാണ്.